സിനിമ ഇടിയൻ ചന്തു ഒരു നല്ല കാണാൻ ഫീൽ ഗുഡും പോട്ടെ, അത് കാണാൻ കൊള്ളാവുന്ന ഒരു ആക്ഷൻ പടം അങ്ങനെ ഫീൽ ചെയ്തത്. അതായത് വിഷ്ണുവിൻ്റെ ഒക്കെ ഗംഭീര അഭിനയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വിഷ്ണു ബിബിൻ ഇവരുടെ രണ്ടുപേരും ഒരു കോമ്പിനേഷൻ ഇതിൽ മിസ്സായി. കാരണം ബിബിനെ ഇതിലധികം അധികമൊന്നുമല്ല, ബിബിനെ ഇതിൽ കാട്ടുന്നില്ല. അപ്പൊ അത് ചിലപ്പോ മിക്കവാറും ഈ പടത്തിലെ ടൈലന്റ് വന്നപ്പോ ഒരു ഇടി തുടരുന്നു പറഞ്ഞത് ഒരു സെക്കൻഡ് പാർട്ടിനുള്ള ഒരു തുടക്കം പോലെ കാട്ടിയിരുന്നു. അപ്പൊ മിക്കവാറും അതില് സെക്കൻഡ് പാർട്ട് വരുമ്പോൾ ബിബിനൊക്കെ നല്ല രീതിയിൽ വരുമായിരിക്കും. എന്തായാലും കൊള്ളാം. അതായത് ഞാൻ പറയില്ല, ലാലുലക്സ് ഒക്കെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ലാലുലക്സ് ഒരു തിരിച്ചുവരവ് പോലെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. അടിപൊളി സിനിമ, അടിപൊളി സിനിമ. ആ, ഒരു ആക്ഷൻ പടം. ഫാമിലി ആയിട്ട് കാണാം. ഫാമിലി ആയിട്ട് ആക്ഷൻ പടം ആയാലും ഫാമിലിക്കൊക്കെ ധൈര്യമായിട്ട് കയറാവുന്ന ഒരു പടമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം വൾഗർ തീനോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അടി എന്തായാലും കാണും. വിജയേട്ടനൊക്കെ കൂടെ നിൽക്കുക വലിയ കാര്യമല്ലേ. വിജയേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട മൂവി. വിജയേട്ടൻ ഒരു ഫൈറ്റ് ഉണ്ട്, അടിപൊളി സൂപ്പർ ഫൈറ്റ്, ഭയങ്കര കൈഡിയായിരുന്നു. എന്നെ കാണിക്കുമ്പോൾ തന്നെ കൈഡിയായിരുന്നു. അവള് കൈഡിയൊക്കെ ഓക്കെ. അപ്പൊ എല്ലാവരും സിനിമ കാണുക, വിജയിപ്പിക്കുക. അടിപൊളി സൂപ്പർ പ്ലസ് ടു ഇടിയല്ലേ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു സിനിമയിലൊക്കെ ഒരു ഫൈറ്റ് ചെയ്യാൻ കിട്ടുക അവസരം, അത് നല്ലൊരു മെയിൻ ഫൈറ്റ് ആയിരുന്നു. 4 ഫൈറ്റ് അങ്ങനെയൊക്കെ പറയും. നല്ലൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ എല്ലാവരും പടം പോയി കാണുക. ഓക്കെ. ടീച്ചർ ഒരു സ്റ്റണ്ട് മാസ്റ്റർ വളരെ നമ്മളെ വളരെ എന്താ എന്ന് പറയാൻ ഒരു പരിധി പറ്റാതെ വളരെ സേഫായിട്ട് എന്നാൽ പോലെ കുറച്ച് പേർക്ക് പറ്റി. കാരണം നമ്മുടെ വീഴ്ചയ്ക്ക് വളരെ റിയൽ ആയിട്ടുള്ള സിനിമാറ്റിക് ലെവലുള്ളല്ല, റിയൽ ഫൈറ്റ് ആണ് പുള്ളി ക്രിയേറ്റ് ചെയ്ത് കൊറിയോഗ്രാഫിയിൽ അങ്ങനത്തെ സംഭവങ്ങളായിരുന്നു. ഒരുങ്ങ ഇടിയായിരുന്നു, ഒരു ടൈമൊന്നും ഇല്ല, പോസ്റ്റ് പിടിക്കാൻ സമയമില്ല, ഇടിയായിരുന്നു. ഓക്കെ. കാണാത്തവരെന്തായാലും പോയി കാണണം. പിന്നെ ചന്തുവിനെ തോൽപ്പിക്കാൻ ആവില്ല മക്കളെ. സൂപ്പറാണ്. ചന്തുവിനെ തോൽപ്പിക്കാൻ ആവില്ല മക്കളെ. എല്ലാരും പോയി എല്ലാരും കാണണം കേട്ടോ. നിങ്ങളെല്ലാരും കണ്ടോ? അടിപൊളിയല്ലേ? എങ്ങനെയുണ്ട്? ആ, അപ്പൊ ഇനി ബാക്കി നിങ്ങള് എല്ലാവരും കണ്ടിട്ട് എല്ലാ മാതാപിതാക്കളും പോയി കാണേണ്ടതാണ്. കാരണം ഒരു +1 പഠിക്കുന്ന കോളേജ് ക്യാമ്പസിന്റെ അകത്തുള്ള ഒരു സംഭവം. പക്ഷേ പ്രീ ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ള ആ ഒരു നൊസ്റ്റാൾജിയ നമുക്ക് കോളേജ് ക്യാമ്പസിൽ കിട്ടുന്നുണ്ട്. രണ്ടാമത്തത് ഇപ്പോൾ സമകാലികമായി കോളേജ് ക്യാമ്പസുകളെ കേന്ദ്രീകരിച്ച് നടക്കുന്ന മാഫിയകളെ എങ്ങനെ നേരിടണമെന്ന് കുട്ടികൾക്ക് ഒരു മോട്ടിവേഷനും കൂടെയാണ്. മാതാപിതാക്കളും കുട്ടികളും ഇത് കാണേണ്ട ഒരു പടമാണ്. ഒരുപാട് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും.